ഹലോ. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോകുന്നതാണ്, സിനിമക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എവിടെയാണെന്ന് വെച്ചാൽ കാനങ്ങാട് VGMലേക്കാണ്. വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്നതാണ്. ഇപ്പോൾ കുറച്ച് മാസങ്ങളായി നമ്മൾ സിനിമക്കൊന്നും പോകാത്തത്. അപ്പോൾ ഏച്ചിക്കും ഏട്ടനും വന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്കും പോയിട്ടില്ല. ആകെ ഒരു അഴുത്തലയിൽ മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ഏച്ചിൻ്റെ ആഗ്രഹമായ നാടുജീവിതം കാണാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആടുജീവിതം ഇപ്പോൾ കുറച്ചായിട്ട് ഓടിക്കൊണ്ട് ഏകദേശം കഴിയാറാണ്ട് ഞാൻ കരുതി ഇനിയിപ്പോൾ അത് കുറച്ച് കഴിയുമ്പോഴും നമുക്ക് TV-ലോ ഫോണിലോ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണാമെന്ന് കരുതി. അപ്പോൾ ഒരു കോമഡി പടം കാണാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് പോകാനും പോയിരിക്കാനും പറ്റിയ ഏക സ്ഥലം എനിക്ക് തോന്നുന്നു തിയേറ്റർ മാത്രമായിരിക്കും. ബാക്കി എവിടേക്കും നടക്കാനോ ഇറങ്ങാനോ ഒന്നും പറ്റാത്ത അവസ്ഥ, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ നമ്മളിതാ 2:30 ഷോനാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ സമയം 1:30 റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു യാത്രയിൽ പിഞ്ചും ഇല്ല. പിഞ്ചും കുമാറും നമ്മൾ രണ്ടുപേരും കൂടിയാണ് എപ്പോഴും സിനിമക്ക് പോവൽ. ആദ്യമായിട്ടാണ് പിഞ്ചും കുമാറും നമ്മളെ കൂടെ വരാത്ത. അവർക്ക് വേറെ എന്തോ തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ കാനങ്ങാടേക്ക് എത്താൻ അരമണിക്കൂർ വേണ്ടു. പുതിയ ബസ് സ്റ്റാൻഡിനടുത്താണ് VGM തിയേറ്റർ. കത്തിച്ചൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ പിഞ്ചുവിൻ്റെ ഒരു മുഖഭാവത്തിലുള്ള ടാറ്റ പറിച്ചിലെല്ലാം കഴിഞ്ഞ് നമ്മളിതാ വണ്ടി വിടുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാ VGM എത്തി. നമ്മൾ ഇതാ നല്ല വെയിൽ, എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കയറിയാൽ മതി എന്നാണല്ലേ. പക്ഷേ ടൈമുണ്ട്. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കാത്തുവെച്ച് ഓടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ കാത്തുവെച്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മുകളിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഫുൾ കളർഫുള്ളാണ് കേട്ടോ. റെഡ്, ബ്ലൂ, ഗ്രീന് അങ്ങനെ 3 കളേഴ്സിലാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഗ്രീനിലാണ് കേട്ടോ. ഗ്രീനിലാണ് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോട്ടെ, സിനിമ എങ്ങനെയാണെന്നൊക്കെ കണ്ടിട്ട് പറയാം. അപ്പോൾ ഏട്ടൻ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. പാർക്ക് ചെയ്ത് വന്നിട്ട് വേണം ഇതിനകത്തേക്ക് കയറാൻ. അതിൻ്റെ ഇടയ്ക്ക് ഇനി മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കണ്ണും കോഫിയിലേക്കും സ്നാക്സിലൊക്കെയാണ്. അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. 2 കുപ്പി വെള്ളവും വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്ലൂവിലെത്തി. കുറേ ആയിട്ട് ഞാനും ഏട്ടനും ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് നടന്നിട്ട് അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് അകത്തേക്ക് പോട്ടെ, സിനിമ കണ്ടിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം. അപ്പോൾ പോയിട്ട് വരാം. ടാ. പ്രണവ് മോഹൻലാലിൻ്റെ ഈ ഒരു എൻട്രി കാണാൻ നല്ല ഭംഗിയിട്ടിട്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് മാത്രം തോന്നിയതാണോ എന്നറിയില്ല, എനിക്ക് നമ്മളെ ബാഹുബലിത്തെ ആ ഒരു സീന് പോലെ ഓർമ്മ വന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് നമ്മളിടയ്ക്കൊരു കോഫിയെല്ലാം കുടിച്ച് ഡോർസ് ഇടയ്ക്കൊന്ന് കരഞ്ഞെങ്കിലും ഉറങ്ങിപ്പോയി. ഫിലിം തുടങ്ങിയപ്പോൾ തൊട്ട് ഉറങ്ങുന്നതാണ്. ഇപ്പോഴാണ് ഉറക്കം ഞെട്ടിയത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാണ്ട് കണ്ട്. സിനിമനെ പറ്റി പറയുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാണ്. പക്ഷേ വിചാരിച്ചത്ര കോമഡിയൊന്നുമില്ല സിനിമയിൽ. എങ്കിലും ഇഷ്ടമായി. പിന്നെ നേരെ പോയത് ഷോപ്രിക്സിലേക്കാണ്. എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ സ്ഥലം ഷോപ്രിക്സാണ്. അവിടെ നമുക്ക് AC ഉള്ളതുകൊണ്ട് ചൂടത്തിറങ്ങി നടക്കണ്ട. നേരെ ഷോപ്രിക്സിലേക്ക് പോയി. കാര്യമായിട്ടൊന്നും വാങ്ങിക്കാനില്ല, എങ്കിലും ഒന്ന് കറങ്ങി തിരിഞ്ഞ് കാത്തേച്ചിക്ക് ഷോപ്രിക്സെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത് പിന്നെ അതിൽ നിന്ന് കുറച്ച് അത്യാവശ്യ സാധനങ്ങളും വാങ്ങി. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ മുകളിൽ ബാഗിൻ്റെ സെക്ഷനിലൊന്ന് കയറണം. ആറിനമോക്ക് ബാഗ് വാങ്ങിക്കണം. ഡോറസിന് വാങ്ങിക്കാനായിട്ടില്ല. 2 പേർക്ക് ഒന്നിച്ച് വാങ്ങിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് പൈസ കിട്ടുന്ന പോലെ ഓരോരാൾക്ക് വാങ്ങിക്കാൻ കരുതി ഇവിടെ നിന്ന് അത്യാവശ്യം എടുക്കേണ്ട സാധനങ്ങളും ഒക്കെ എടുത്ത് ഏച്ചീനെ ഒന്ന് ചുറ്റിച്ച് കാണിച്ച് അതിന് ശേഷം മുകളിലേക്ക് പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഷോപ്രിക്സിൽ വിഷുവിൻ്റെ ഓഫർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. നല്ല ഓഫറൊക്കെ ഉണ്ട്. സ്കൂൾ ബാഗ്സിനെല്ലാം എനിക്ക് തോന്നി, ഞാൻ കാനങ്ങാട് കുറേ അടുത്ത് നോക്കിയിട്ട് വലിയ ക്വാളിറ്റിയുള്ള ബാഗൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് 750 രൂപക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബാഗ് കിട്ടി. ആറിനമോക്ക് എല്ലാത്തിനും നല്ല ഓഫറുണ്ട്. ഇപ്പോൾ അത്യാവശ്യം സ്കൂളിലെ കളക്ഷനെല്ലാം വന്നതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട്. ഷോപ്രിക്സിൽ വന്നതിന് ഓഫറിലെ സാധനങ്ങൾ എടുക്കലുള്ളൂ കേട്ടോ. എല്ലാവരും കരുതേണ്ട എപ്പോഴും ഷോപ്രിക്സിലാണ്. ഷോപ്രിക്സിൽ പൊതുവെ വില കൂടുതലാണ്, പക്ഷേ ക്വാളിറ്റി ഉണ്ട് സാധനങ്ങൾക്ക്. അതുപോലെ ഓഫറിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പറ്റും. കാർഡാക്കി കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരുന്ന സമയത്ത് മെയിനായിട്ട് അങ്ങോട്ടേക്ക് പോലെ. അപ്പോൾ മുകളിലെ സെക്ഷൻ അങ്ങനെ കയറലേ ഇല്ല. കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും എടുത്തു പോകും. കണ്ണും പൂട്ടി ഞാനൊന്ന് ചുറ്റിക്കറങ്ങി ബാഗ് കൊടുത്തിട്ട്
ഇറങ്ങുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമല്ല എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതാണ്, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ടാറ്റാ.